അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആന് അതിന്റെ ഓരോരോ ആയത്തുകൾ സാധാരണ രീതിയിൽ ഓതുന്നതിന് പുറമെയായി അതിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥങ്ങൾ കൂടി ചിന്തിക്കുമ്പോഴാണ് അതിന്റെ മധുരം നമുക്ക് യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ കഴിയുക. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ സൂറത്ത് ആലി ഇമ്രാനിലെ 169 ആയത്തായിട്ടുള്ള വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ യഹ്സനൂൻ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഈ സൂറത്തിലുള്ള ഈ ഒരു ആയത്താണ്, അതായത് 169 ആയത്തായിട്ടുള്ള വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്ന ആയത്താണ് നാം ഇവിടെ ചർച്ചക്കെടുക്കുന്നത്. പ്രസ്തുത ആയത്തിൽ നമുക്കറിയാം, അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മനസ്സിലാക്കുന്നത് ശുഹദാക്കളെ കുറിച്ചാണ് അവിടെ പ്രതിപാദ്യ വിഷയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ വിഷയത്തിൽ പണ്ഡിതന്മാരായിട്ടുള്ള മുഫസ്സിരീങ്ങൾക്കിടയിൽ അവിടെ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ശുഹദാക്കൾ തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവർ മരിച്ചവരാണ്, അവർ മൃതി അടഞ്ഞു പോയി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. മരിച്ച് അവർ അള്ളാഹുവിന്റെ അടുക്കൽ അവർ ജീവനുള്ളവരാണ്, അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് പറയുന്ന വിഷയത്തിലാണ് പണ്ഡിതന്മാരായിട്ടുള്ള മുഫസ്സിരീങ്ങൾക്കിടയിൽ അവർക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും അവർക്ക് കുറച്ചുള്ള അഭിപ്രായങ്ങൾ ഒക്കെ നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. എന്താണ് അവർ ദുന്യാവിന്റെ ജീവിതം അവർ ഷഹീദാവലോട് കൂടെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അവർ മൃതിയാട്ടയിലോട് കൂടെ അവർ ദുന്യാവുമായിട്ടുള്ള ബന്ധം, ആ ഒരു മൗത്ത് നടക്കലോട് കൂടിയിട്ടുള്ള ആ ഒരു ഹയാത്ത് അവസാനിച്ചു കഴിഞ്ഞു. ഇനി ആഖിറത്തിൽ അവർക്ക് വേറെ ഹയാത്തുണ്ടോ? അതായത് ഒരു മനുഷ്യൻക്ക് രണ്ട് അവധി ഉണ്ടാവുമോ? ദുന്യാവിൽ ഒരു അവധി, അത് കഴിഞ്ഞിട്ട് ആഖിറത്തിൽ വേറൊരു അവധി ഉണ്ടോ? അങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണോ, എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഓരോ തഫ്സീറുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, മഹാരഥന്മാരായിട്ടുള്ള പ്രസ്തുത തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്, അവിടെ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്ന് പറയുന്നിടത്ത് അവിടെ കുറച്ച് മഹാനായ തഫ്സീർ ഖുർത്തുബി, അതായത് ജാമിഉ അഹ്കാമിൽ ഖുർആനിൽ കരീം എന്ന് പറയുന്ന മഹാനായ ഖുർത്തുബി ഇമാമിന്റെ തഫ്സീറിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത്, അവിടെ മറ്റുള്ള തഫ്സീറിനെക്കാട് കുറച്ച് ഗഹനമായി തന്നെ അദ്ദേഹം അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ അവിടെ പറയുന്ന ആ ഒരു അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്, അതായത് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്ന് പറയുന്ന ആ ഒരു അവസരത്തിൽ അവിടെ യഥാർത്ഥ രീതിയിൽ തന്നെയുള്ള ദുന്യാവിൽ തന്നെ അവർക്ക് ഉണ്ടായിരുന്നുള്ള ആ ഒരു ജീവിതം തന്നെ അവർക്ക് ആഖിറ ലോകത്ത്, അതായത് ബർസഖി ലോകത്ത് അവർക്ക് ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു സമൂഹം പറയുന്നതായിട്ട് മഹാനായിട്ടുള്ള ഖുർത്തുബി ഇമാം പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയല്ല, അവർക്ക് ദുന്യാവിലുള്ള പോലത്തെയുള്ള ജീവിതമല്ല, മറിച്ച് അവർക്ക് ആഖിറത്തിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ റൂഹ്, അവരുടെ ശരീരത്തിൽ നിന്ന് അവരുടെ റൂഹ് ഏതായാലും വിട്ടുപിരിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അവർ ആഖിർ ബർസഖി ലോകത്ത് എത്തുമ്പോൾ അവർക്ക് ആ റൂഹ്, ആ അജ്സ അവരുടെ ആ ശരീരത്തിലേക്ക് മടക്കി അയക്കുകയും അങ്ങനെ അവർ ഖബറിൽ തന്നെ അവർക്ക് ഭയങ്കര സുഖം അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എന്ന് ഒരു ഖൗമ പറയുന്നതായിട്ട് അവിടെ മഹാനായ ഖുർത്തുബി പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് അങ്ങനെയല്ല, മറിച്ച് അവർ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ഏറ്റവും കൂടുതൽ തഫ്സീറുകൾ നമ്മൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അവരുടെ ജീവിതം, ആഖിറത്തിൽ അവരുടെ ജീവിതം എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് തഫ്സീറുകൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ആഖിറ ലോകത്ത് അവർക്ക് ആ ശുഹദാക്കൾ അവർ ഒരു പക്ഷിയുടെ രൂപത്തിലായിരിക്കും, അതായത് ഫി ജൗഫി തായിരിൻ എന്നാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഒരു പക്ഷിയുടെ രൂപത്തിലായിരിക്കും അവരുടെ റൂഹ് ഉണ്ടാവുക. ഇന്ന നസമത്തുൽ ഷഹീദി തായിരിൻ എന്ന് ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു ഷഹീദിന്റെ റൂഹ് എന്ന് പറയുന്നത് ഒരു പക്ഷി പോലെയാണ്. മാത്രമല്ല അതൊരു വിളക്കുമാടത്തിൽ അതിനൊരു കൂടുണ്ട്. അങ്ങനെ അത്
അള്ളാഹുവിന്റെ അർഷുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്താണ് അതിന്റെ വാസം ഉണ്ടാവുക. എപ്പോഴും അത് അവിടെ പോയി അഭയം പ്രാപിക്കുന്നതാണ് എന്നൊക്കെ നമുക്ക് തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് അവർ മാത്രമല്ല, ഇസ്രാ മിഅ്റാജിന്റെ ആ ഒരു വേളയിൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആകാശത്തിലേക്ക് മിഅ്റാജ് നടത്തിയപ്പോ ആ ഒരു വേളയിൽ മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മുനാജാത്തിന്റെ വേളയിൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ഷഹീദായി പോയവരുടെ ആ ഒരു അർവാഹുകളെ പക്ഷികളുടെ കോലത്തിൽ കണ്ടിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നതായിട്ടുള്ള ഹദീസുകളും നമുക്ക് കാണാം. എന്ത് തന്നെ ആയാലും നമുക്ക് ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നത്, ഈ ഒരു ശുഹദാക്കളുടെ, ഈ ഒരു രക്തസാക്ഷികളുടെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം വഹിച്ച ഈ ഒരു ശുഹദാക്കളുടെ ഈ ഒരു റൂഹ് എന്ന് പറയുന്നത് ആഖിറത്തിൽ ലോകത്ത് അവർ ഒരു പക്ഷിയുടെ കോലത്തിലായിരിക്കും. മാത്രമല്ല, ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ ഒരു അവസ്ഥ, അതായത് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് അള്ളാഹുവിന്റെ അടുക്കൽ അവർ ജീവിക്കുന്നവരാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് ശുഹദാക്കൾ മാത്രമാണോ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിക്കുന്നവര്? അതല്ല, ബാക്കിയുള്ള എല്ലാ ജനങ്ങളും അള്ളാഹുവിന്റെ നാളെ ബർസഖി ലോകത്ത് ബർസഖിയായിട്ടുള്ള ആ ഒരു ജീവിതകാലത്ത് അവർ ഹയ്യായിട്ട് തന്നെ ജീവനോടെ ഉണ്ടാവുമോ എന്നുള്ള വിഷയം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും, ബാക്കിയുള്ള ശുഹദാക്കൾ പുറമേയുള്ള ബാക്കിയുള്ള അവാമുന്നാസ്, പൊതുജനങ്ങളും ഇതേപോലെ തന്നെ ശുഹദാക്കളെ പോലെ തന്നെ അവരും ജീവിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് അത് ഈ ഷഹീദുകൾക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യമല്ല, മറിച്ച് ഇവിടെ പ്രത്യേകമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ ശുഹദാക്കൾക്ക് അവരെക്കാളും മറ്റുള്ളവരെക്കാളും ഫള് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് യുർസഖൂൻ എന്ന് നമ്മൾ ഇവിടെ പറയുന്ന സമയത്ത് അവിടെയും വേറെ കുറച്ച് ചർച്ചാ വിഷയങ്ങൾ നമുക്ക് പ്രതിപാദിക്കേണ്ടതുണ്ട്. അത് എന്താണ് അവിടെ യുർസഖൂൻ എന്ന് ഉദ്ദേശിച്ചത് എന്നതിനിടയിൽ പണ്ഡിതന്മാർ കുറച്ച് ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ യുർസഖൂൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് നിഅമത്തുകൾ കൊടുക്കുന്നു എന്നും പറയുന്നുണ്ട്. അതിനു പുറമെ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് അള്ളാഹുവിന്റെ ഫള് കൊണ്ടിട്ടുള്ള, അള്ളാഹുവിന്റെ മഹത്തായിട്ടുള്ള ഓരോരോ ഭക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദുന്യാവിൽ ഭക്ഷിപ്പിക്കുന്ന പോലെ തന്നെ അവർക്ക് ഭക്ഷിപ്പിക്കുന്നു എന്നും പറയുന്നുണ്ട്. മാത്രമല്ല, ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഈ യുർസഖൂൻ എന്നുള്ള പദം ആ ഒരു മജാസിയായിട്ടുള്ള, അതായത് വന്യമായ രീതിയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു പദമാണ്. അത് യുർസഖൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥ രീതിയിലുള്ള ഭക്ഷിപ്പിക്കലല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് അവർ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് സനാഹ് കൊണ്ട്, അതായത് അവരെ പ്രശംസിച്ചുകൊണ്ട് അവർക്ക് റിസ്ക് കൊടുക്കും. അതായത് ദുന്യാവിലെ ആൾക്കാർ അവരിങ്ങനെ പ്രശംസിച്ചുകൊണ്ട് അവർക്ക് റിസ്ക് കൊടുക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നും പറയുന്ന പണ്ഡിതന്മാരുണ്ട്. എന്ത് തന്നെയായാലും ഇവിടെ നമുക്ക് എന്ത് വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്ന് പറയുന്ന ഈ ഒരു ആയത്ത് എന്തിന്റെ വിഷയത്തിലാണ് ഇറങ്ങിയത് എന്നതിൽ തന്നെ കുറച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതായത് മഹാനായിട്ടുള്ള ഖത്താദ ഇമാം, വഹാഖ് ഇമാം, ഇവരൊക്കെ പറയുന്നത് ഈ ഒരു ആയത്ത് മഹാരഥന്മാരായിട്ടുള്ള ഉഹദിൽ പങ്കെടുത്ത ശുഹദാക്കളുടെ വേളയിൽ ശുഹദാക്കളുടെ ആ ഒരു അവരെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയുന്നവരുണ്ട്. മാത്രമല്ല, മഹാനായിട്ടുള്ള മുഹമ്മദ് ബിൻ ബാക്കിർ അവരെ പോലെയുള്ള പണ്ഡിതന്മാരെ പറയുന്നത് ഇത് ഉഹദിൽ പങ്കെടുത്തവർക്ക് മാത്രമായിട്ടുള്ള, ബദറിൽ പങ്കെടുത്തവർക്കും അവരെയും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു ആയത്തിൽ എന്ന് മഹാനായിട്ടുള്ള ഇമാം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്ന് തന്നെയായാലും ഇവിടെ മഹാനായിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു വിഷയമുണ്ട്. അതായത് മഹാനായിട്ടുള്ള അബൂ ദാവൂദ് റഹിമഹുല്ലാഹു തആല അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യുന്ന ആ ഒരു ഹദീസിൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുകയാണ്, അതായത് ഉഹുദിന്റെ വേളയിൽ മഹാരഥന്മാരായിട്ടുള്ള സഹാബികൾ രക്തസാക്ഷിയായപ്പോൾ ഏകദേശം 80ഓളം ആൾക്കാരായിരുന്നു അന്ന് രക്തസാക്ഷി ആയിരുന്നത് ഉഹദിന്റെ വേളയിൽ. അപ്പൊ ആ ഒരു സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അതായത് അന്ന് രക്തസാക്ഷിയായിട്ടുള്ള ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ അവരുടെ റൂഹ് എത്തി. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു തആല അവരെ ഒരു പക്ഷിയുടെ ആ റൂഹിനെ ഒരു പക്ഷിയുടെ കോലത്തിൽ ആക്കി എന്ന് മാത്രമല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആലയെ അവരുടെ മഹത്തായിട്ടുള്ള ഫദ്ല്, അവരുടെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ഒരുപാട് സുഖങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഒരു വേളയിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത്
എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറയുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പോയി പറയും, അള്ളാഹുവെ ഞങ്ങൾക്ക് ഇനി ഒന്നും വേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഇനി ഈ സ്വർഗത്തിൽ തസ്റഹുമായ ഷാ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സ്വർഗത്തിൽ ഏത് സ്ഥലത്തും പോയി കറങ്ങാനുള്ള ആ ഒരു അധികാരം, ആ ഒരു സ്വാതന്ത്ര്യം അവർക്ക്, ആ ഒരു റോഹകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടിരിക്കുന്നു എന്നാണ്. അതായത് ആ ഒരു അവസരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ തിരിച്ചു ചോദിക്കും, എന്തിനാണ് റബ്ബെ, നമുക്ക് ഇതിനേക്കാളും വലിയ സുഖം ഇനി എന്താണ് വേണ്ടത്, നമുക്ക് ഇനി ഒന്നും വേണ്ട റബ്ബെ എന്ന് അവർ പറയും. ഇങ്ങനെ 3 പ്രാവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുകയും 3 പ്രാവശ്യം അവർ ഇങ്ങനെ തന്നെ മറുപടി പറയുകയും ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി ചോദിക്കുന്ന സമയത്ത് അവർ മറുപടിയായി പറയുന്നത് ഇങ്ങനെയാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചോദിച്ചുവല്ലോ എന്നുള്ള നിലക്ക് അവർ മറുപടി പറയുന്നത്, അള്ളാഹുവേ, നമ്മൾ ഒന്നും കൂടി ദുന്യാവിലേക്ക് നമ്മളെ മടക്കപ്പെടണം, ഇനി ഒന്നും കൂടി നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും കൂടി നമ്മളെ ദുന്യാവിനെ ഒന്ന് മടക്കി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒന്ന് ദുന്യാവിൽ ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒന്ന് രക്തസാക്ഷിത്വം വഹിച്ച് ഒന്നും കൂടി ഷഹീദായി ഒന്നും കൂടി വരാനുള്ള ആഗ്രഹം നമുക്കുണ്ട് എന്ന് അവർ പറഞ്ഞു വെക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത് നിങ്ങൾക്ക് ഏതായാലും കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ആദ്യമേ തീരുമാനിച്ചു വെച്ച് കഴിഞ്ഞാണ് ഇനി നിങ്ങൾക്ക് ഇനിയും ദുന്യാവിലേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് ആഖിറത്തിൽ വെച്ച് അവർക്ക് ഹയാത്തുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ബർസഖിയായിട്ടുള്ള ഹയാത്ത് എന്ന് നമുക്കിതിനെ പറയാൻ കഴിയും. അപ്പൊ ബർസഖിയായിട്ടുള്ള ഹയാത്ത് തന്നെ അത് ശുഹദാക്കൾക്കും മറ്റുള്ള ആൾക്കാർക്കും ഒരേപോലെ തന്നെയാണ് ഉണ്ടാവുക. മറിച്ച് അവിടെ വ്യത്യാസമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ തഫാവുത്ത് ഉണ്ടാവുന്നത്. അവർക്ക് കുറച്ച് അധികാരങ്ങൾ, അവർക്ക് കുറച്ച് നിഅമത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേളയിൽ പറയുകയുണ്ടായി, മഹാനായിട്ടുള്ള ബുഖാരി ഇമാം ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. അതായത് മഹാനായിട്ടുള്ള ജാബിർ റളിയല്ലാഹു തആല അൻഹു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു, ഉഹുദിന്റെ വേളയിൽ തന്റെ പിതാവായിട്ടുള്ള അബ്ദുള്ള എന്നവര് രക്തസാക്ഷി ആയപ്പോ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് ജാബിർ റളിയല്ലാഹു അൻഹു വളരെയധികം കരഞ്ഞു കൊണ്ട് പോകുന്ന ആ ഒരു അവസരമുണ്ട്. ആ ഒരു അവസരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താണ് ജാബിർ, എന്താണ് അങ്ങേക്ക് പറ്റിയത്, വല്ലാത്ത ഒരു സങ്കടമുണ്ടല്ലോ മുഖത്ത് എന്ന് ചോദിച്ചപ്പോ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ ഉപ്പ ഷഹീദായി പോയി, ഉഹുദിൽ ഷഹീദായി പോയി, എന്റെ കുടുംബത്തെ അവർ ഒഴിവാക്കി, അവർ ഷഹീദായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിഷമിക്കുകയുണ്ടായിരുന്നു. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവിടെ വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കിലേക്ക് അങ്ങയുടെ ഉപ്പയുടെ ആ റൂഹ എത്തിക്കഴിഞ്ഞല്ലോ, അത് ഷഹീദായിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു ബേജാറും ഒരു രീതിയിലുള്ള വിഷമവും പ്രകടിപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് തന്നെ സംസാരിക്കാനുള്ള ആ ഒരു ഭാഗ്യം അങ്ങയുടെ ഉപ്പാക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, എന്ത് വേണമെങ്കിലും ചോദിച്ചോ, എന്ത് വേണമെങ്കിലും തരാം എന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോ, എനിക്ക് ഒന്നുകൂടി ദുന്യാവിലേക്ക് വരണം, ഒന്നുകൂടി എനിക്ക് ഷഹീദായി മരിക്കണം എന്ന് പറഞ്ഞപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് അതിന് കഴിയില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് കഴിയില്ല. അതായത് എന്റെ തീരുമാനം അവിടെ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ദുന്യാവിലേക്ക് ഇനിയുള്ള പോക്ക് ഉണ്ടാവില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്ത് തന്നെയായാലും ഇവിടെ നമുക്ക് ഇതിലെല്ലാം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്നുള്ള ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായിട്ടുള്ള ആൾക്കാര് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് ഷഹീദായി കഴിഞ്ഞു പോയാലും, അവർ അള്ളാഹുവിന്റെ അടുക്കൽ അവരുടെ റൂഹ് ശരീരത്തിൽ നിന്ന് വിട്ടുപോയാലും അവരുടെ റൂഹ് അള്ളാഹുവിന്റെ അടുക്കൽ വളരെ ഇൻദ റബ്ബിഹിം എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ അടുത്ത സ്ഥാനത്ത് തന്നെ അവർക്ക് ഉണ്ടാകും എന്നാണ് അവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ അടുത്ത സ്ഥാനത്ത് തന്നെ അവരുടെ റൂഹുകൾ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. യുർസഖൂൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിഅമത്തുകൾ ചെയ്യുന്നു എന്ന് കൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഏത് തന്നെയായാലും ഈ ഒരു ആയത്തിൽ നമുക്ക് സംശയം പ്രകടിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ മാസമായത് കൊണ്ട് തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.